പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയുടെ ഭാഗമായി റോഡിന് കുറുകെ കെട്ടിയിരുന്ന കയറിൽ തട്ടിവീണ സ്കൂട്ടർ യാത്രികൻ മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരക്കുടി. വാർത്തയേറെ സങ്കടകരമാണെന്നാണ് തുമ്മാരക്കുടിയുടെ പ്രതികരണം. ഐക്യരാഷ്ട്രസമിതി പരിസ്ഥിതി പ്രോഗ്രാമിൽ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ തലവനായ ഡോക്ടർ മുരളി തുമ്മാരക്കുടിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഫ്ലഡ് ഉൾപ്പെടെയുള്ള പല ദുരന്തങ്ങളും മുൻകൂട്ടി പ്രവചിച്ചതുൾപ്പെടെ ഏറെ ചർച്ചയായതാണ്. എന്തിന് രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലും ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ പങ്കുവെക്കാറുണ്ട്. അത്തരത്തിലൊരു പ്രതികരണവുമായാണ് മുരളി തുമ്മാരക്കുടി ഇപ്പോഴെത്തിയിരിക്കുന്നത്. റോഡിനു കുറുകെ ഒരു കയർ കെട്ടുന്ന രീതി ഒരിടത്തും കണ്ടിട്ടില്ല. അത് കേരള പോലീസിന്റെ പ്രോട്ടോകോളിലുണ്ടോ, അതോ അത്യാവശ്യത്തിനുള്ള മനോധർമ്മം ആടിയതാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. സ്ഥിരമായ ആളുകൾ ഉപയോഗിക്കുന്ന റോഡിലെ ട്രാഫിക് നിയന്ത്രിക്കണമെങ്കിൽ നിയന്ത്രണത്തിന് സംവിധാനങ്ങൾ വയ്ക്കുന്നതിന് ഏറെ മുൻപ് തന്നെ അത് സംബന്ധിച്ച ബോർഡുകൾ വെച്ച് തുടങ്ങണം. ബോർഡുകൾ വ്യക്തവും വെളിച്ചത്തിലുമായിരിക്കണം. രാത്രിയിലും ഉപയോഗിക്കേണ്ട നിയന്ത്രണമാണെങ്കിൽ റിഫ്ലക്റ്റീവ് ആയിരിക്കണം നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സംവിധാനവും ബോർഡുകളുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പ്ലാസ്റ്റിക് കയറിനും 5 മീറ്റർ മുൻപ് പോലീസുകാർ ഉണ്ടായിരുന്നു എന്നും വായിച്ചു. വാഹനത്തിൽ പോകുന്ന ഒരാൾക്ക് മുൻപിലെ പ്രതിബന്ധങ്ങൾ കണ്ട് സുരക്ഷിതമായി ബ്രേക്ക് ചെയ്യണമെങ്കിൽ 2 സെക്കൻഡ് വേണമെന്നാണ് കണക്ക്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരാൾക്ക് 33 മീറ്ററെങ്കിലും മുന്നിൽ മുന്നറിയിപ്പ് കിട്ടണമെന്നും തുമ്മാരക്കുടി വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ആധുനികവും ശാസ്ത്രീയവുമായ രീതികൾ കൊണ്ടുവരാൻ സമയമായി. നിർഭാഗ്യകരമായ ഈ സംഭവം മാറ്റത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഇനി ഇത്തരത്തിലുള്ള മരണങ്ങൾ ഒഴിവാക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞായറാഴ്ച രാത്രിയാണ് പള്ളിമുക്ക് ജംഗ്ഷന് സമീപം പോലീസ് കെട്ടിയ കയറിൽ തട്ടി സ്കൂട്ടർ യാത്രികനായ മനോജ് ഉണ്ണി തലയടിച്ച് വീഴുന്നത്. കയറിൽ തട്ടി സ്കൂട്ടർ 50 മീറ്ററോളം മുന്നോട്ടുരുണ്ട് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ മുന്നിൽ വരെ എത്തിയിരുന്നു. തുടർന്ന് പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മനോജിനെ രക്ഷിക്കാനായില്ല. അതേസമയം സ്കൂട്ടർ യാത്രികൻ അമിത വേഗത്തിലാണ് വന്നതെന്നും പോലീസ് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയപ്പോഴാണ് അപകടമുണ്ടായതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. കാണാൻ കഴിയാത്ത വിധമുള്ള ചെറിയ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചാണ് ഗതാഗതം തടഞ്ഞതെന്നും സ്ഥലത്ത് വെളിച്ചമില്ലായിരുന്നെന്നും മനോജിന്റെ സഹോദരി ചിപ്പിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ടാണ് പോലീസിന്റെ പ്രതികരണം. ബാരിക്കേഡ് വെച്ചിരുന്നെങ്കിൽ സഹോദരൻ മരിക്കില്ലായിരുന്നെന്നും ചിപ്പി പറഞ്ഞിരുന്നു. എന്നാൽ കയർ കെട്ടിയത് 5 മീറ്റർ മുന്നിലായി 3 പോലീസുകാരെ നിർത്തിയിരുന്നുവെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ വ്യക്തമാക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ ഒറ്റയ്ക്കെത്തി നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്തരം ആക്രമണങ്ങൾ തടയാനുള്ള സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് റോഡ് തടഞ്ഞിരുന്നതെന്നാണ് കമ്മീഷണറുടെ ന്യായീകരണം.